ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പിയാണ്. ഒരു ഹെൽത്തി പുഡിംഗ് ആണ്. ഇതിൽ ജലാറ്റിനോ ചൈന ഗ്രാസോ ഷുഗറോ ഒന്നും ചേർക്കുന്നില്ല. നല്ല ഈസി ആയിട്ട് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ അത് ഇൻഗ്രീഡിയൻസ് നോക്കാം. 1/2 ലിറ്റർ തേങ്ങാപ്പാൽ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 കപ്പ് ശർക്കര ഉരുക്കിയത്. ഒരു ഫുൾ തേങ്ങ ചിരവിയെടുത്തതിൽ നിന്ന് 1/4 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ്. ആദ്യം തന്നെ കോൺഫ്ലോർ ഒന്ന് കലക്കിയെടുക്കണം. ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് അതൊന്ന് കലക്കിയെടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ശർക്കര നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ മിക്സ് ചെയ്യുന്നത്. നല്ല ചൂടുള്ള ശർക്കരയിലേക്ക് ഒരുമിച്ച് ഒഴിച്ചാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും. അതുകൊണ്ട് കുറേശ്ശെ ഒന്ന് ആദ്യം യോജിപ്പിച്ചതിന് ശേഷം മാത്രം ബാക്കിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 3 അച്ച് ശർക്കര ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ്. ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. ഇപ്പം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അതിലേക്ക് നേരത്തെ കലക്കി വെച്ച കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോവും. നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് സോൾട്ട് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കര ആയതുകൊണ്ട് ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോൾട്ട് ചേർത്തത്. ഇതിപ്പോൾ ഏകദേശം തിക്കായി വരുന്നുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ ഇളക്കി കഴിയുമ്പോൾ നല്ല ബബിൾസ് വരുന്ന ഒരു പരുവാവും. ആ സമയം വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ബബിൾസും വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ വെച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ചെറിയ ബബിൾസ് വന്ന് വലിയ ബബിൾസ് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇതുവരെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ വലിയ ബബിൾസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് അപ്പോൾ തന്നെ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഉറച്ചു പോവും. ഞാൻ ഇപ്പോൾ 2 പാത്രത്തിലായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഒരു ചെറിയ പാത്രത്തിലേക്കും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ സെറ്റ് ചെയ്തത്. നന്നായി ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 5 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ തണുപ്പിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് സെറ്റായി കിട്ടും. പെട്ടെന്ന് വേണമെങ്കിൽ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അതിന് ശേഷം ടോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല, ആവശ്യമുള്ളതിനനുസരിച്ച് എടുക്കാം. നന്നായിട്ടൊന്ന് വറുത്ത് ഒരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്ക് വറുത്തെടുക്കണം. ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ആദ്യം തന്നെ ചേർക്കരുത്. നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആയി തുടങ്ങിയതിന് ശേഷം മാത്രമേ ചേർക്കാവൂ. ആദ്യം ചേർത്താൽ പഞ്ചസാര കാരമലായി പോവും. ഈ രീതിയിലാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പുഡിങ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്യാം. അപ്പം ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ പാത്രത്തിൽ വെച്ചതും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഡീമോൾഡിംഗ് ഒക്കെ നല്ല ഈസിയാണ്. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ്. ഒരു ജെല്ലി സ്ട്രക്ചറിൽ വരുന്ന, നമ്മൾ ജലാറ്റിൻ ഒക്കെ ചേർത്തുണ്ടാക്കുന്ന പുഡിങ് പോലെ തന്നെ, കണ്ടാലൊരു കോഫി പുഡിങ്ങാന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ളൊരു സ്ട്രക്ചറിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി, എന്നാലേ ആ ക്രഞ്ചിനെസ് കിട്ടുള്ളൂ. നല്ല സോഫ്റ്റ് പുഡിങ്ങാണ്, അതുകൊണ്ട് തന്നെ നല്ല ഈ തേങ്ങയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഈ നല്ല ചൂടുകാലത്ത് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. പഞ്ചസാര കഴിക്കാൻ പറ്റാത്തവർക്കും പാല് കഴിക്കാൻ പറ്റാത്തവർക്കും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഫ്താർ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇഫ്താർ പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാം. കട്ട് ചെയ്തിട്ട് നോക്കാം. ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ഏത് ഷേപ്പിലൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്.
ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഈ ഒരു ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ടും ചെയ്യാം. ഒരു 6 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ 1/2 ലിറ്റർ വെള്ളത്തിൽ കലക്കിയെടുത്താൽ മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.